നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് സംഭവിക്കാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രധാനമായും ബഹുമതികൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാണ്. സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രവൃത്തികൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത് ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാം. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ വസ്ത്രങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്നതായി മാറും. ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത് മാറ്റി വാങ്ങുന്നതോ അല്ലെങ്കിൽ ആഭരണങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങളും അനുകൂലമായി തീരും. ഉന്നതരായ വ്യക്തികളുടെയും ഗുരുക്കന്മാരുടെയും മേലുദ്യോഗസ്ഥരുടെ ആണ് എങ്കിൽ പോലും പ്രീതി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. വരവും ചിലവും നിങ്ങൾക്ക് തുല്യമായിരിക്കും. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ചിലവ് നിങ്ങൾക്ക് ഒരു പരിധിവരെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പല ചിന്തകളുമായി ബന്ധപ്പെട്ട് ഭയം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ പരാജയപ്പെടുമോ? ആ കാര്യങ്ങളുടെ ഫലം എന്തായിരിക്കും? ഇത്തരത്തിലുള്ള പല ചിന്തകളും ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഭയം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മേടക്കൂറുകാർക്ക് 12ാം രാശിയായ മീനം രാശിയിൽ ശനി സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ദൂരയാത്രകൾ, ദൂരദേശവാസം, വിദേശ പഠനം, വിദേശ ജോലി എന്നീ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇത്തരം സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപരിചിതമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടേണ്ടതായ നില ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം സാഹചര്യങ്ങളിൽ തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അനുകൂലമായി തീർന്നു എന്ന് വരാം. തുടക്കത്തിൽ വേണ്ട എന്ന ചിന്ത നിങ്ങൾക്ക് വന്നു ചേരും എങ്കിൽ പോലും പിന്നീട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാവിയിലാണ് എങ്കിലും അത് ഗുണം ചെയ്യാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാവുന്നതുമാണ്. കൂടുതൽ അധ്വാനം ചെയ്യേണ്ടതായ കാര്യങ്ങൾ വന്നു ചേരാം. അധ്വാനം ചെയ്യുന്നതിലൂടെ ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് കൂടുതൽ അനിവാര്യമായി തീരും. അധ്വാനിക്കുന്നതിലൂടെ ലക്ഷ്യപ്രാപ്തി കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ്. ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചെലവ് അധികരിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം.
ദുശീലം ഉള്ള വ്യക്തികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഡിക്ഷൻ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ദുശീലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭം. അതല്ല എങ്കിൽ പല വിധത്തിലായിരിക്കും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. രോഗചികിത്സയ്ക്കായി പണച്ചിലവ് ഏറുന്നതാണ്. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ മുടങ്ങിക്കിടക്കുന്നതാണ് എങ്കിൽ പോലും ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മക്കളുടെ വിവാഹാദികൾ മൂലം കടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ, പ്രതീക്ഷിക്കാത്ത ഇടത്തേക്ക് ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. വായ്പകളുടെ തിരിച്ചടവ് പല അവസരങ്ങളിലും ക്ലേശകരമായി തീരാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആരോഗ്യപരമായി വളരെയധികം കരുതൽ വേണ്ട സമയം കൂടിയാണ് ഇത്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ശരിയായ രീതിയിലുള്ള ചികിത്സ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വർഷത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് മെച്ചമായിരിക്കും എങ്കിലും പിന്നീട് കാര്യങ്ങൾ അങ്ങനെ അല്ലാതായി മാറുവാനുള്ള സാധ്യതകളുണ്ട്. വരവിനേക്കാൾ അല്പം കൂടി ചെലവ് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക, അത്തരം ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇനി അഥവാ ഉണ്ടായാൽ പോലും അത് ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്തുണ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യനില പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എതിരാളികൾ പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നതിന് അല്ലെങ്കിൽ അവർ മൂലം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെയായി മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വിദേശ യാത്രകൾക്കായി പരിശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. എന്നാൽ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഈ സമയം പ്രധാനമായും വാക്തർക്കങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. അനാവശ്യമായി എടുത്തുചാട്ടം ഒഴിവാക്കണം. അനാവശ്യ കോപം, മുൻകോപം ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. മറ്റുള്ളവരെ പലപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കുക. കാര്യങ്ങൾ അനുകൂലവും പ്രതികൂലവുമാണ്. അതിനാൽ തന്നെ പ്രതികൂലമാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.